അല്ലെങ്കിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിച്ച് കർത്താൻ പറഞ്ഞു വചനം തുടങ്ങി. ഇന്നത്തെ ഇന്നത്തെ സംസാരിക്കുന്ന നമ്മളിലുള്ള അഭിഷേകത്തിന്റെ ശക്തി, അതിനെക്കുറിച്ച് നമ്മളിലുള്ള അഭിഷേകത്തിന്റെ ശക്തി, ദ പവർ ഓഫ് ദ അനോയിന്റിങ് ഇൻ us. ദ പവർ ഓഫ് അനോയിന്റിങ്, പവർ ഓഫ് ദ അനോയിന്റിങ് ഇൻ us. അതാണ് ഇത് മലയാളത്തിൽ സംസാരിക്കുന്നത്. ദ സെയിം സെഷൻ ഐ വിൽ ബി പ്രീച്ചിങ് ഇൻ ഇംഗ്ലീഷ് ടു. നമുക്കൊരു പ്രാർത്ഥിക്കാം. ലെറ്റ് us pray. ഹെവൻലി ഫാദർ, യേശുവിന്റെ നാമത്തിൽ കർത്താവ്, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാ അഭിഷേകത്തിന് ശക്തിയും കൊടുക്കുന്നതിനോട് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ കൃപയാൽ എല്ലാവരെയും നിറയുന്നതിനോട് നന്ദി പറയുന്നു. ഈ കർത്താവിന്റെ വചനം അനേക രാജ്യങ്ങളിലേക്ക് ചെല്ലുവാനുള്ള കൃപ കൊടുക്കുന്നതിനോട് നന്ദി പറയുന്നു. കർത്താവ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവെ, എല്ലാ അന്ധകാര ശക്തികളും ഈ വചന പ്രസംഗഘോഷത്തിന് എതിരായിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ ജീവിതത്തെ എതിരായിട്ട് നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തിയുടെ പ്രവർത്തനയും യേശുവിന്റെ തിരക്കൊഴിച്ചത് ബ്രേക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്ത് തകർത്ത് കളയുന്ന നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. I break all the demonic power in the name of Jesus Christ. In the name of Jesus Christ of Nazareth, I break all the demonic power right now in the name of Jesus Christ. Father God, I pray for all the people, those who are watching online. I pray and bless them, Father. പ്രത്യേകിച്ച് കർത്താവ്, കേരളത്തിൽ വാച്ച് ചെയ്യുന്ന മലയാളികളെ ഓരോ വ്യക്തിയുടെ കർത്താവ് പ്രാർത്ഥിക്കുന്നു. ലോക സുശേഷവൽക്കരണത്തിന് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയൊരു ഉണർവിനായിട്ട് കർത്താവ് പ്രാർത്ഥിക്കുന്നു. യേശുനാഥ് പിതാവേ, ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിവസം വീണ്ടും നമുക്ക് തന്നതിനോട് നന്ദി പറയാം. എല്ലാ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. എവറി ഡേ ഇസ് അനോയിന്റഡ് ഡേ. നമുക്ക് എങ്ങനെ എല്ലാ ദിവസവും അഭിഷേകത്തിന്റെ ദിവസമാകുന്നതെന്ന് വെച്ചാൽ, കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ദിവസവും കർത്താവിനാൽ കിട്ടപ്പെട്ട ദിവസമാണ്. നാളെ നമ്മൾ ജീവിക്കുമോ നമുക്കറിയത്തില്ല, മറ്റന്നാൾ ജീവിക്കുമോ നമുക്കറിയത്തില്ല. കാരണം നമ്മുടെ ജീവനും മരണവും എല്ലാം കർത്താവിന്റെ കയ്യിലായിരിക്കുന്നു. അറിയത്തല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഓരോ ദിവസവും നമ്മൾ സ്തോത്രം ചെയ്ത് കർത്താവിനെ ആരാധിക്കണം. We have to give the thanks and praise to the Lord each and every day. Praise the Lord. When we wake up in the morning, praise the Lord, first we have to do it, we have to give the thanks and praise to the Lord. അതാണ് നമ്മൾ കർത്താവിന് നന്ദി പറയുന്ന ദിവസം. നന്ദി പറയുന്ന ആൾക്കാരായിരിക്കും. ഈ ജീവിതത്തെ ഓർത്ത് എത്ര ആൾക്കാർ ലോകത്തിൽ നിന്ന് മരിച്ചുപോയി, എങ്കിലും കർത്താവിന്റെ കൃപയാൽ ഞാനും നീയും, ഞാനും നിങ്ങളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ പദ്ധതി അനുസരിച്ച് രക്ഷിക്കപ്പെടാത്ത ആൾക്കാർ രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാനായിട്ട് ഒരു ദിവസത്തിനോട് കൂടി കർത്താവ് അവരുടെ ആയുസ് നീട്ടിത്തന്നതിനോട് നിങ്ങൾ സ്വന്തം പറയണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആൾക്കാരെ നിങ്ങളെ ജാതികളിലേക്ക് ഒരു ദിവസം കൂടെ കർത്താവ് സുവിശേഷ പ്രഘോഷത്തിന് വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്നതിനോട് സ്വത്രം പറയും. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ കർത്താവിന്റെ സ്വത്രം പറഞ്ഞ് നന്ദിയുള്ളവരായി മാറണം. നമുക്ക് വചനത്തിലേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നത്തെ വചനം സംസാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്നത്തെ വചനം സംസാരിക്കുന്നത് ദ പവർ ഓഫ് ദ അനോയിന്റിങ് ഇൻ us, നമ്മളിലുള്ള അഭിഷേകത്തിന്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ഓൺലൈൻ വാച്ച് ചെയ്യുന്ന ആൾക്കാർ കമന്റ് ബോക്സിൽ ഒന്ന് ഹായ് പറയുവാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. പ്ലീസ് ഷെയർ, നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രയർ റിക്വസ്റ്റ് ടൈപ്പ് ചെയ്ത് അയക്കുവാനായിട്ട് മെസ്സഞ്ചറിലും കമന്റ് ബോക്സിലൊക്കെ അയക്കാനുള്ള ഉത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് വിടുതൽ തരും. പ്രൈസ് ദി ലോർഡ്. ഇതിപ്പം ഇന്നത്തെ ദിവസം ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് ഒരു തരം ഡിമോണിക് സ്പിരിറ്റുകൾ, മൈൻഡിനെ ആക്രമിക്കുന്ന ഡിമോണിക് സ്പിരിറ്റുകൾ, പ്രൈസ് ദി ലോർഡ്, മെന്റൽ പരമായിട്ട് ഒരു ഡിസോർഡർ വരുന്ന രീതിയിൽ ആക്രമിക്കുന്ന ദുരാത്മ ശക്തികൾ അവിടെ പീഡിക്കപ്പെട്ട ആൾക്കാരനെ വാച്ച് ചെയ്യുന്നുണ്ട്. അത് ഈ അഭിഷേകത്തിന്റെ ശക്തിയാൽ പ്രാർത്ഥിക്കുമ്പോൾ പുറത്തു പോകും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള ഡിമോണിക് സ്പിരിറ്റിനെ ഞാൻ ബൈൻഡ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ഈ മനസ്സിനെ ആക്രമിക്കുന്ന ദുരാത്മ ശക്തി യേശുവിന്റെ തിരക്കൊഴിച്ച് I bind them right now in the name of Jesus Christ. I break all the demonic spirit power in the name of Jesus Christ of Nazareth. Amen. By the mighty power of the Holy Spirit, by the blood of Jesus Christ. God bless you. Okay. Thank you very much. Okay. ഇപ്പൊ ഇന്ന് നമ്മൾ വസിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി അതാണ്. നമ്മളെല്ലാവരും അഭിഷിക്തരാണ്. പുതിയ നിയമത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് കഴിഞ്ഞാല്, പുതിയ നിയമത്തിൽ പുരോഹിതന്മാരില്ല. പ്രത്യേകിച്ച് ഞാൻ കത്തോലിക്ക സഭയിൽ നിന്നാവുന്നത്. കത്തോലിക്ക സഭയിലൊക്കെ പുതിയ നിയമത്തിലേക്ക് കത്തോലിക്ക സഭ ചില വലിയ ഉടുപ്പ് കേട്ടിട്ട്, കത്തോലിക്ക സഭ എന്ന് പറഞ്ഞൊരു സംഘടനയാണ്. നമ്മളൊരു പാർട്ടികളൊക്കെ പോയില്ല എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയാണ്. ബൈബിളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതിന്. പ്രൈസ് ദി ലോർഡ്. പുരോഹിത്യം ഒന്നും ബൈബിളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തത്. ബൈബിളിനകത്ത് പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിയാണ് നമ്മൾ, പുരോഹിതരാണ്.
ഐ ആം ദ റോയൽ പ്രീസ്റ്റ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ രാജകീയ പുരോഹിത വംശമാണ്. അതാരാ? പ്രത്യേക ഒരു ഉടുപ്പിട്ട് നടക്കുന്ന ആൾക്കാരല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആൾക്കാർ. നമ്മൾ രാജകീയ പുരോഹിത വംശവും വിശുദ്ധ ജനവുമാണ്. ദൈവത്തിന്റെ വിശുദ്ധ ജനമാണ് നമ്മൾ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആൾക്കാർ. അത് പ്രത്യേകിച്ച് ഒരു ഉടുപ്പിട്ട് നടക്കുന്ന ആൾക്കാരല്ല. അത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ വീട്ടിലുള്ളവർക്ക് എന്നെ ദേഷ്യം. ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഡ്രസ് കോഡ് ഉടുപ്പിട്ട് നടക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് വചനത്തേക്ക് വരാം. 1 John chapter 2 verses 27. 1 യോഹന്നാൻ ലേഖനം 2:27 വാക്യം പറയുന്നത് വെച്ചാൽ, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയാലും, അത് ബോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും, അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. We are anointed. We have received anointing from the Holy Spirit, direct anointing, spiritual anointing. Praise the Lord, ഹല്ലേലൂയ. ഇത് പറഞ്ഞത് അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തിക്ക് അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഭാഷന്മാരെ മുമ്പ് മുട്ടുകണക്കാനായിട്ട് പോകേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനൊക്കെ എൻ്റെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആദ്യ കാലങ്ങളിലൊക്കെ എങ്ങനെ അഭിഷേകം കിട്ടും, എങ്ങനെ കിട്ടും, ഞാനിങ്ങനെ ഓടി നടക്കുകയാണ്. അന്ന് ഇതൊന്നും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. വചനമൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. വചനമൊന്നും വായിച്ച് വരുന്നല്ലേ ഉള്ളൂ. വചനം വായിക്കാനും അതേപോലെ കൊതിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ വചനം വായിക്കും. അപ്പം കിട്ടുന്ന മീറ്റിങ്ങിലെല്ലാം പോകും. എല്ലാ മീറ്റിങ്ങിലും പോയി സംബന്ധിക്കും. മീറ്റിങ്ങിലെല്ലാം പോയി കർത്താവിൻ്റെ വചനം കേൾക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് വലിയൊരു ഉണർവായിരുന്നു. എൻ്റെ ജീവിതത്തിലൊരു ഉണർവായിരുന്നു. ദേശത്തിന് ഉണർവെന്ന് എനിക്കറിയത്തില്ല, എനിക്കൊരു ഉണർവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമ്മളെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം വചനം വായിക്കുമ്പോൾ കർത്താവ് വചനത്തിലൂടെ സംസാരിക്കും. അന്ന് എനിക്കറിയത്തില്ല കർത്താവ് സംസാരിക്കണമെന്ന് അറിയത്തില്ല. വചനത്തിലൂടെ സംസാരിച്ചിട്ടുണ്ട്. പിന്നീട് എനിക്ക് മനസ്സിലായത് വചനത്തിലൂടെ കർത്താവ് സംസാരിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നീട് ആത്മാവ് വളർന്നപ്പോഴാണ് ദൈവത്തിന്റെ വിശുദ്ധാത്മാവിനോട് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 1 John chapter 2 verses 27 ഇതിൽ പറഞ്ഞ, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവ മക്കളാണെങ്കിൽ അവനാൽ പ്രാപിച്ച അഭിഷേകം, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു ഹോളി റോയൽ അനോയിന്റിങ് വന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. റോയൽ അനോയിന്റിങ് യു ഹാവ് റിസീവ്ഡ് ഫ്രം ദ ഹെവൻ when the time of born again and baptism, your baptism. അതാണ് പറഞ്ഞത്. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും, അത് ബോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും, അത് നിങ്ങൾ ഉപദേശിച്ചതുപോലെ നിങ്ങളിൽ അവനിൽ വസിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. അത് നമ്മളെല്ലാവരും അഭിഷിക്തരാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തികളെല്ലാം അഭിഷിക്തരാണ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ഒരു ഡ്രസ് കോഡ് ഇട്ടിട്ടോ തൊപ്പിയും വെച്ചോ വടിയും പിടിച്ചിട്ട് അഭിഷിക്തൻ എന്ന് വിളിക്കാൻ അങ്ങനെയുള്ളവരല്ല അഭിഷിക്തനെ വിളിക്കേണ്ടത്. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കളെല്ലാവരും ദൈവത്താൽ പരിശുദ്ധാത്മാവിൽ അഭിഷേകം പ്രാപിച്ച അഭിഷിക്തരാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മളെന്താ കഴിഞ്ഞാൽ, അപ്പൊ അതാണ് 2 Corinthians chapter 1 verses 21 ഇതിൽ പറയുന്നത്. 2 Corinthians 1:21 വാക്യം പറയുന്നത്, ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരാണ് നമുക്ക് അഭിഷേകം തന്നത്? അത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. Now he that established us with you in Christ and anointed us is God. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ്, കർത്താവാണ് നമുക്ക് അനോയിന്റിങ് തരുന്നത്. നമുക്ക് അഭിഷേകം തരുന്നത് കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമങ്ങൾ വായിക്കണം അറിയാം. പ്രൈസ് ദി ലോർഡ്. സാമുവേലിന്റെ പുസ്തകമൊക്കെ വായിക്കണം നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പം സാമുവേൽ പ്രവാചകനെ കർത്താവ് ദാവീദിനെ അഭിഷേകം ചെയ്യാനായിട്ട് അയച്ചു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ദാവീദിന്റെ വീട്ടോട്ട് അയച്ചു. തൈലക്കൊമ്പ് ദാവീദിന്റെ തലയിലോട്ട് ഒഴിച്ചു. പ്രൈസ് ദി ലോർഡ്. തൈലം ഒഴിച്ചു. ഇപ്പൊ ശൗലിനെ അഭിഷേകം ചെയ്ത് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പം പഴയ നിയമത്തില് ഒരു പ്രത്യേക അഭിഷേകം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രത്യേക രീതി, അത് സെലക്റ്റഡ് ആൾക്കാരായിരുന്നു. ദൈവം സെലക്ട് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയായിരുന്നു അഭിഷേകം, അഭിഷിക്തന്മാരെന്ന് പറയുന്നത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ. പുതിയ നിയമത്തില് പ്രൈസ് ദി ലോർഡ് കർത്താവ് എല്ലാവർക്കും അവകാശം തന്നിരിക്കുകയാണ്. അത് രക്ഷിക്കപ്പെട്ട് മുഴു സ്നാനം എടുക്കുക തന്നെ വേണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്നതാണ് ഈ റോയൽ അനോയിന്റിംഗ് ആണ് കർത്താവ് തന്നിരിക്കുന്നത്. രാജകീയ അഭിഷേകമാണ് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിയാണെങ്കിൽ നമ്മളെ മനസ്സിനോട് നമ്മൾ പറയണം, നമ്മളെ പരാജയപ്പെടുത്താൻ വരുന്ന മനസ്സിനോട് നമ്മൾ പറയണം, ഞാൻ കർത്താവിൻ്റെ രാജകീയ കർത്താവ് റോയൽ അനോയിന്റഡ് പേഴ്സൺ ആണ് നമ്മൾ പറയണം. വാഗുകൊണ്ട് ഏറ്റു പറയണം. മനസ്സിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ദുരാത്മ ശക്തി വരുമ്പോൾ നമ്മൾ പറയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സബ്മിറ്റ് യുവർ സെൽഫ് വിത്ത് ദി ലോർഡ്, then devil will free from you. എല്ലാ മേഖലകളിലും ദൈവത്തിന് സബ്മിറ്റ് ചെയ്യണം നമ്മൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാസ്റ്റ് യുവർ ബർഡൻസ് upon to the Lord. നമ്മുടെ
that one, then our God will care for you. അതാണ് നമ്മൾ തന്നെ നമ്മുടെ എല്ലാ ചിന്താകുലവും നമ്മുടെ എല്ലാ ഭാരങ്ങളും കർത്താവിന് നമ്മൾ കൊടുക്കണം. എല്ലാ ദിവസവും നമ്മൾ കൊടുക്കണം. നമ്മൾ ഇത് എടുത്തുകൊണ്ട് നടക്കരുത്. ഇതിലോ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും. അപ്പോൾ മനസ്സിന് വലിയ ബുദ്ധിമുട്ട് വരും, പ്രയാസം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് ഇങ്ങനെ ഒരു കാര്യം എനിക്കുണ്ട്, ഇത്ര പേർക്ക് റെന്റ് കൊടുക്കാനുണ്ട്, പൈസ കൊടുക്കാനുണ്ട്, കടങ്ങൾ എത്രയുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ട്. ഈ ബൈബിൾ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ എല്ലാ ഈ ആങ്സൈറ്റികളും എല്ലാം കർത്താവിൻ്റെ കയ്യിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ ഫ്രീ ആകുന്നു. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സമാധാനം കിട്ടും. നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ ഒരു കാര്യം സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയാണ്ട ആവശ്യമില്ല. പിന്നെ കർത്താവാണ് കാര്യങ്ങൾ നോക്കുന്നത്. പ്രൈസ്. അപ്പം നമ്മൾ ഈ ലോകത്തിലുള്ള ആൾക്കാർ മൊത്തം ലോകത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഓടും. പ്രൈസ്. അപ്പം നമ്മൾ വിചാരിക്കും കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് ചെറിയ കാര്യമല്ല. ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ്. നമ്മൾ ചിന്തിക്കും ചെറുതാണ്. നമ്മൾ ചെറുതായിട്ട് ചിന്തിക്കുന്ന കർത്താവ് വലുതായിട്ടാണ് കാണുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഉറക്കം വരുന്ന ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ആ സ്ലീപ്പിംഗ് സ്പിരിറ്റിനെ യേശുവിൻ്റെ തിരക്കൊഴിച്ച് ബൈൻഡ് ചെയ്ത് കേട്ടിയും പുറത്താക്കും. ദ സ്പിരിറ്റ് ഓഫ് സ്ലീപ്പിംഗ്, right, in the name of Jesus Christ. Shut the spirit of mind blinding in the name of Jesus Christ. I sprung the blood of Jesus Christ. യേശുവിൻ്റെ തിരക്കൊഴിച്ചതിന് ഞാൻ തകർത്തി in the name of Jesus Christ. Shantam tamarati takan, shantam tamarati takan in the name of Jesus Christ. അപ്പം നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ദൈവമക്കളാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ്, നമുക്ക് റോയൽ അനോയിന്റിംഗ് ഉണ്ട്, പരിശുദ്ധാത്മ അഭിഷേകം നമുക്കുണ്ട്. പ്രൈസ് ലോർഡ്. ഒന്നിനും നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. ഒന്നും ഒരിക്കലും ദോഷം എനിക്ക് വരുത്തത്തില്ല. എല്ലാ മേഖലകളിലും ഞാൻ ജയാളിയാണ് എന്ന് നമ്മളെ ഹൃദയത്തിൽ വിശ്വസിച്ച് അതിനും കൊണ്ട് നമ്മൾ ഏറ്റു പറയണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ ഹൃദയത്തിൽ വിശ്വസിച്ച് നമ്മൾ അതിനും കൊണ്ട് ഏറ്റു പറയുമ്പോണ്ടല്ലോ ആത്മമണ്ഡലത്തിൽ വലിയ കാര്യമാണ് നടക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ വചനം ഡിക്ലെയർ ചെയ്യുക. നമുക്കറിയാം മരുഭൂമിയിലെ പരീക്ഷ സമയത്ത് കർത്താവ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഹൃദയത്തിൽ നിന്ന് വാഗൊണ്ട് തുറന്ന് പറയുക ചെയ്തത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനത്താൽ ജീവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. അങ്ങനെ വചനം പറഞ്ഞു പുറത്താക്കി. ഇന്ന് നമ്മൾ കൃത്യം ദിവസവും വചനം പഠിക്കാനായിട്ട് ശ്രമിക്കണം, ഞാൻ ഉൾപ്പെടെ. പ്രൈസ് ലോർഡ്. സിസ്റ്റമാറ്റിക്കായിട്ട് വചനം നമ്മൾ പഠിക്കണം. അപ്പം അങ്ങനെ പഠിക്കുമ്പോൾ ഒരു അന്തരാശിക്കുന്ന പ്രവർത്തനവും നമ്മളിൽ വിജയം എടുക്കാനായിട്ട് പറ്റത്തില്ല. പ്രൈസ് ലോർഡ്. എന്ന് പറഞ്ഞാൽ 2 Corinthians chapter 1 verses 21, 2 Corinthians 1:21 ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. ദൈവത്താലാണ് അഭിഷേകം നടക്കുന്നത്, ദൈവത്താലാണ് കാര്യങ്ങൾ നടക്കുന്നത്, ദൈവവേല നടക്കുന്നത്. അപ്പം അതാണ് പറയുന്നത്. പത്രോസൊക്കെ നമുക്കറിയാം ഒരു അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തി ബൈബിൾ സ്റ്റഡി നടന്നിരിക്കുകയാണ്. ആഴ്ച 3 ദിവസം എടുക്കാമെന്ന് വിചാരിച്ചാൽ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും നോക്കട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മലയാളം ഇംഗ്ലീഷും എടുക്കണം. അതുകൊണ്ട് 3 ദിവസം ഇംഗ്ലീഷ് 3 ദിവസം മലയാളം എടുത്തിട്ട് ബാക്കി ദിവസങ്ങളിൽ മറ്റുള്ള സബ്ജക്റ്റ് എടുക്കാണ്ടായിരിക്കുന്നു. അപ്പോൾ ഒത്തിരി പഠിപ്പിക്കാനാണ്. കാരണം വെച്ചാൽ ഒത്തിരി അപ്പോസ്റ്റൽസ് നമ്മൾ വായിക്കൊണ്ട് ഒത്തിരി പഠിക്കാനായിട്ടുണ്ട്. പഠിപ്പിക്കാനെന്ന് വെച്ചാൽ എനിക്കും പഠിക്കാനായിട്ടാണ് എനിക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടൊരു നമുക്ക് ഒരുമിച്ച് പഠിക്കാം. എനിക്ക് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പഠിക്കാൻ പറ്റും. അതായതല്ലോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ പത്രോസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ പത്രോസ് യോഹന്നാൻ ശിഷ്യന്മാർ മൊത്തം അത് ജന്മനാ മുടന്തനായ വ്യക്തിയെ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. ബുക്ക് ഓഫ് ആക്ട് ചാപ്റ്റർ 3 verses 1-8. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Peter did the miracle in the name of Jesus Christ of Nazareth. പ്രൈസ് ദി ലോർഡ്. അതാണ് നസ്രായനായ യേശുവിന്റെ നാമത്തിൽ പത്രോസ് അത്ഭുതം ചെയ്തു. 4-ാം അധ്യായത്തിൽ പ്രോസിക്യൂഷൻ നടക്കുകയാണ്. ഈ നാമത്തിൽ നിങ്ങൾ ഒന്നും ചെയ്യരുതെന്ന് അവർക്ക് അവരോട് ശാസിക്കുകയാണ് പുരോഹിത പ്രഭുമാരും. പത്രോസ് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനുഷ്യരെക്കാൾ കൂടി ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ നാമത്തിന് വേണ്ടി അപമാനം സഹിച്ചതിനോർത്ത് സ്വത്രം പറഞ്ഞു. അവരൊരുമിച്ച് ഒരുമനായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോസ്തലപ്രവൃത്തി നമുക്കറിയാം 4-ാം അധ്യായം 24-30 വാക്യങ്ങൾ നമുക്കറിയാം. അവർ പ്രാർത്ഥിച്ചപ്പോൾ ഇരുന്ന സ്ഥലം കുലുങ്ങി. പ്രൈസ്. കാരണം വെച്ചാൽ എപ്പോഴേ നമ്മൾ വേദനിച്ച് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, നമ്മൾ അഭിഷിക്തന്മാരാണ്. പിന്നെയും നമ്മൾ അവിടെ നിന്ന് നമ്മൾ വേദനിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ കഷ്ടങ്ങൾ സഹിച്ച് നമുക്കറിയാം ഗ്ലോറിയിലേക്ക് മഹത്വത്തിലേക്ക് പ്രവേശിച്ച ദൈവം. പ്രൈസ് ലോർഡ്. ഈ കഷ്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ കഷ്ടങ്ങൾ കർത്താവ് സഹിച്ചതാണ്. അതുകൊണ്ട് കർത്താവിനറിയാം ആ കഷ്ടങ്ങൾ സഹിച്ചുള്ള പ്രാർത്ഥനയിൽ, ആ പ്രോസിക്യൂഷൻ നടുവിലുള്ള പ്രാർത്ഥനയിൽ, പ്രൈസ് ലോർഡ്, അതിൻ്റെ ഉള്ളിലുള്ള ആ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ പുതിയൊരു അഭിഷേകം വീണ്ടും കർത്താവ് തരും. റോയൽ അനോയിന്റിംഗ് വീണ്ടും തരും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. Wherever you pray in the name of Jesus Christ, praise the Lord. When sometimes your heart is broken, our God is near to you.
അവർ ഗോഡ് ക്യാൻ പോർ ആൻഡ് ഗെറ്റ് ദ ന്യൂ ഫ്രഷ് റോയൽ അനോയിന്റിംഗ് ഫോർ യു വേറെവർ യു ആർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ അഭിഷക്തന്മാർ പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് കർത്താവ് വീണ്ടും വീണ്ടും അഭിഷേകത്തെ നിറച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരും എനിക്ക് പറയാനുള്ളത് നമ്മൾ അഭിഷിക്തരാന്നുള്ള ചിന്ത വേണം. നമ്മൾ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട എല്ലാവരും നമ്മൾ അഭിഷിക്തരാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിനെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. യേശുക്രിസ്തുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തിയാണ് നമ്മളെല്ലാവരും. നമ്മൾ മറ്റുള്ളവരെ ഇഷ്ടമുള്ളതെന്നല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ കർത്താവ് അവരുടെ അടുത്തുണ്ട്. പകൽ സൂര്യനെങ്കിലോ രാത്രി ചന്ദ്രനെങ്കിലോ നമ്മളെ ഒന്നും തൊടാതെ വണ്ണം കർത്താവ് പരിപാലിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇത് പറയുന്നതെന്ന് വെച്ചാൽ 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 22. അതാണോ 2 കൊരിന്ത്യൻസിൽ 2 കൊരിന്ത്യൻ ലേഖനം 1:22 വാക്യം പറയുന്നത്, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നമേരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് അവൻ നമ്മെ മുദ്രയിട്ടും who also sealed us and gave us the earnest of the spirit in our heart. Praise the Lord. Hallelujah. അതാണ് കർത്താവ് നമ്മൾ സീൽ ചെയ്ത് കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് സീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി സീല് മാറ്റാനായിട്ട് പറ്റും. നമുക്ക് പേപ്പറിലൊക്കെ ഒരു സീൽ ചെയ്ത് കഴിഞ്ഞാൽ പേപ്പർ മാറ്റാൻ പറ്റുമോ? ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. പിന്നെ ഡിസ്ട്രോയ് ചെയ്ത് കളയാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ദി ലോർഡ് ഇത് മരണം പേരിലുള്ള സീലാണ്. മരിച്ചു കഴിഞ്ഞാൽ നിത്യജീവനിലേക്കോ സീലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിശാചിന് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ഈ അഭിഷിക്തന്മാരെ കാണുന്നില്ല. കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നവരുടെ അടുത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കും അതുപോലെ എല്ലാം പ്രവർത്തിക്കും തകർക്കാനായിട്ട്. ഏതൊക്കെ രീതി നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ അതുകൊണ്ട് എല്ലാ സോഴ്സുകൾ അന്വേഷിക്കും. പ്രയത്നോ അടുത്ത് ജാതികളുടെ ഇടയ്ക്ക് നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇതുപോലെ തന്നെ നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുവാണോ എങ്ങനെയെങ്കിലും തടസ്സപ്പെടാൻ ശ്രമിക്കും. ഏതെങ്കിലും രീതി. കാരണം എന്ന് കഴിഞ്ഞാൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നവരെ പിശാചിന് ഭയങ്കര പേടിയാണ്. കാരണം ഒരു വചനത്തിന്റെ ശക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അനേക ആൾക്കാരെ ആത്മാക്കളെ നേടാനായിട്ട് പറ്റും. നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കർത്താവ് മാറ്റിമാറി. അതാണ് ഈ വചനമൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ ഈ വചനം കേൾക്കാൻ ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കഷ്ടങ്ങളിൽ കർത്താവ് നിങ്ങളെ പരിപാലിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവിന്റെ വചനം പ്രസംഗിക്കുക ഷെയർ ചെയ്യുന്നവരെ കർത്താവ് ഹോണർ ചെയ്യും എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ മാനിക്കുന്നതിനെ ഞാൻ മാനിക്കും. കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുന്ന കർത്താവ് നമ്മൾ ദൈവവേല ചെയ്യുന്നത്, ദൈവരാജ്യ വികസനത്തിന് വേണ്ടി ചെയ്യുന്നത്. അത് ചെറിയ മെസ്സേജ് ആയിക്കോട്ടെ, യേശുക്രിസ്തു ജീവിക്കുന്നത് പറയുന്നതായിക്കോട്ടെ, മറ്റുള്ളവർക്കൂടെ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിക്കോട്ടെ, യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ടെസ്റ്റിമണി പറയുന്നതായിക്കോട്ടെ, അത് നമ്മൾ ഈ കർത്താവിന്റെ വീഡിയോകൾ മെസ്സേജുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിക്കോട്ടെ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കർത്താവിന്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ നമ്മളിലേക്ക് നിശ്ചയമായിട്ടുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്കാസ് വിശേഷം ഞാനൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ദൈവമേ ഞാനിപ്പം തുടക്കത്തിലൊക്കെ എന്ന് വെച്ചാൽ ആദ്യ ഘട്ടങ്ങളിലൊക്കെ അപ്പൊ ഒരു വ്യക്തി എന്നെ സഹായിക്കാനായിട്ടില്ല. കർത്താവിന്റെ വചനം പ്രസംഗിക്കാനുണ്ട്. ഒരു വ്യക്തി എന്നെ സഹായിക്കാനില്ല. തന്നെ വായിക്കും പഠിക്കും പോയി പ്രസംഗിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ പല സ്ഥലങ്ങളിലും കർത്താവിന്റെ വചനം പ്രസംഗിക്കും. പിന്നെ കർത്താവ് എനിക്ക് അതിനുള്ള കൃപ തന്നു. ഇവിടെ കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ തന്നെ വായിച്ച് പ്രസംഗിക്കും. ഞാനകത്ത് വീട്ടിൽ വന്ന കർത്താവിന്റെ വചനം പ്രസംഗിച്ചിട്ട് കരഞ്ഞിട്ടുണ്ട്. ദൈവമേ ഇതെങ്ങനെ ചെയ്യും? ഇത് ഉള്ളിൽ ചെയ്യാൻ ഭയങ്കര വാഞ്ചയാണ്. പക്ഷേ ഇത് പ്രാക്ടിക്കലായിട്ട് ചെന്ന് കഴിയുമ്പോൾ ഒന്നും നടക്കുന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രമാത്രം അത് പുറമേന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുവട്ടത്ത് നമ്മളെ കുത്തിപ്പറിക്കുന്ന കഴുകന്മാർ, പ്രത്യേക രക്ഷയിലേക്ക് വന്ന ആൾക്കാരും വരാത്ത ആൾക്കാരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം നമ്മൾ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് നമ്മളെ പറ്റി മോശം പറഞ്ഞ് സോഷ്യൽ മീഡിയ എല്ലാം വേറെ നമ്മളെ കുത്തിപ്പറയും. എത്രമാത്രം നീരൻകൂട്ടി എന്നാണ് കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നീരൻകുട്ടി എന്നാണ് കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് വന്നത്. അതേപോലെ കുത്തിപ്പറിക്കുന്ന ആൾക്കാരെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ എന്നാലും ഈ ദൈവത്തെ ഈ ദൈവത്തെ എത്ര ബുദ്ധിമുട്ടുന്നാലും പ്രസംഗിക്കുമെന്ന് ഞാൻ കർത്താവിന്റെ കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കുക, ഒരു തീരുമാനം എടുക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വെയിലാണെങ്കിലും മഴയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെദർ സമ്മർ ഓർ വിന്റർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെദർ persecution or not persecution. No matter, I will preach this gospel because this gospel is the power of the Lord. This gospel can bring the salvation to the people, those who believe in this gospel. അതാണ് പറയുന്നത്. കർത്താവിന്റെ വചനം ഇതിലെ വാളിലേക്ക് അതാണ് കർത്താവിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. കർത്താവിന്റെ വചനം എന്ന് പറഞ്ഞാൽ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് കർത്താവിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും കർത്താവിന്റെ വചനം അതാണ്. യേശുക്രിസ്തുവിന്റെ കാര്യം തന്നെ എടുക്കാം. യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞ ഒരു വാചകം ഉണ്ടായിരുന്നു. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യേശയ്യാ പ്രവാചക പുസ്തകം യേശുക്രിസ്തു എടുത്തു, യേശുക്രിസ്തു വായിച്ചു. ഇത് പറഞ്ഞാൽ ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ ലൂക്കോസ് സുവിശേഷം 4-18 ഇതിന്റെ റെഫറൻസ് തന്നെ യേശയ്യാ പ്രവാചക പുസ്തകത്തിലുണ്ട്.
ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബന്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. The spirit of the Lord upon me is upon me, because he anointed me to preach the good tidings to the poor. He has sent me to proclaim release to the captives and recovering of sight to the blind, to set at liberty them that are bruised. Praise the Lord, hallelujah. Again, Bible saying to proclaim the acceptable year of the Lord. Praise the Lord. കർത്താവിന്റെ പ്രസാദ വർഷം പ്രഘോഷിക്കാനായിട്ട് കർത്താവിന്റെ അഭിഷേകം അയച്ചിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അത് യേശുക്രിസ്തു പറഞ്ഞ വചനമാണ്. നമ്മളെക്കുറിച്ച് പറഞ്ഞ വചനം പറഞ്ഞാൽ നമ്മൾ കർത്താവിനാൽ അഭിഷേകം പ്രാപിച്ചിരിക്കുന്നു. ലോകത്തിൽ 28 നമ്മൾ ലോകമെങ്ങും പോയി കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് കർത്താവ് നമ്മളെ വലിയൊരു കമ്മീഷൻ തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരേ ഒരു കാര്യം, ഉന്നതത്തിൽ ശക്തി ലഭിക്കുന്നവരെ ദൈവ സ്നേഹത്താൽ നമ്മളവിടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്, നമ്മളിപ്പം ഉന്നതത്തിൽ ശക്തി കിട്ടുന്നതോടെ മീറി നമ്മൾ ഉന്നതത്തിൽ ശക്തി എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അഭിഷേകം നമ്മൾ പ്രാപിക്കണം. അങ്ങനെ പ്രാപിപ്പാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ഓരോ വ്യക്തിയും പറയാനായിട്ടുള്ളത്, പ്രതിസന്ധികൾ വരും, ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ, പക്ഷെ എന്നാലും വിട്ടുകൊടുക്കരുത്. നമ്മൾ പരാജയപ്പെടുന്നവരെ കൂടുതലല്ല, രക്ഷിക്കപ്പെട്ട് പ്രൈസ് ദി ലോർഡ് വിജയിച്ച് ജയാളികളായി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മളെ നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന പ്രൈസ് ദി ലോർഡ് മഹാശക്തിയുള്ള പ്രൈസ് ദി ലോർഡ് അനോയിന്റഡ് ആയിട്ടുള്ള പ്രൈസ് ദി ലോർഡ് ഒരു ദൈവ മക്കളാണ് നമ്മൾ. വി ആർ നോട്ട് എ നോർമൽ പേഴ്സൺ, വി ആർ ആൻ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ഹോൾഡിംഗ് വിത്ത് ദ മൈറ്റി പവർ ആൻഡ് ഡിവൈൻ പവർ ഇൻ us. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് പറയുന്നത് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ദ ക്രൈസ്റ്റ് ഈസ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. അതാണ് മഹത്വത്തിന്റെ പ്രത്യാശയായി യേശുക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്ന് അപ്പോസ്തലൻ പൗലോസ് പറയുന്നു. ദ ക്രൈസ്റ്റ് ഈസ് ഇൻ യു, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി, ദ ക്രിയേറ്റർ ഓഫ് ദ വേൾഡ് ഈസ് സിറ്റിംഗ് ഇൻ യുവർ ഹാർട്ട്. അതുകൊണ്ട് തന്നെ എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും ഈ ദൈവം എന്നിലുണ്ട് എന്ന് നമ്മൾ പറയണം. യേശുക്രിസ്തു എന്നിലുണ്ട്. എത്ര പ്രോസിക്യൂഷൻ വന്നു കഴിഞ്ഞാലും, എത്ര കോർട്ട് കേസുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും, എത്ര റിജക്ഷൻസ് വന്നു കഴിഞ്ഞാലും, എത്ര പേര് നിങ്ങളെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാലും, the people are isolating you, that one, even if you are facing the loneliness in your life, depressions, anxieties, praise the Lord, hallelujah, we have to declare from our mouth, we are I'm an anointed person. ഞാൻ അഭിഷേകമുള്ള ഒരു അഭിഷിക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ശക്തി വസിക്കുന്ന ഒരു അഭിഷിക്തനാണെന്ന് പറയണം. മഹത്വത്തിന്റെ പ്രത്യാശയായ ആ സർവ്വശക്തിയുള്ള ദൈവം എൻ്റെ ഉള്ളിയിരിക്കുന്ന നമ്മൾ പറയണം. വി ഹാവ് ടു ഡിക്ലെയർ ഫ്രം അവർ മൗത്ത്, ദ ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഈ അന്ധകാര ശക്തികൾ മൊത്തം അത് കേൾക്കും, അവർ വിട്ടുപോറും. അതാണ് കർത്താവിന്റെ വചനം പറഞ്ഞാൽ, യാക്കോബിന്റെ ലേഖനത്തിൽ കർത്താവ് പറയുന്നത് കഴിഞ്ഞാൽ, പിശാചോട് എതിർത്ത് നിൽക്കുവിൻ. ജെയിംസ് ചാപ്റ്റർ 4:7. പ്രൈസ് ദി ലോർഡ്. റെസിസ്റ്റ് ദ ഡെവിൾ and submit yourself to the Lord. Praise the Lord. Submit yourself to the Lord, resist the devil, then devil will flee from you. അതാണ് പറയുന്നത്, പിശാചോട് എതിർത്ത് നിൽക്കുവിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് കീഴടങ്ങുവാൻ എല്ലാ മേഖലകളിലും പിശാച് എന്തൊക്കെ പുത്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു നമ്മൾ പറയണത് അല്ലല്ലല്ല, നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ഒരിക്കലും ദോഷം എനിക്ക് വരത്തില്ല നമ്മൾ പറയണം. അതാണ് പറയുന്നത് ലേഖനം 16:20, Romans chapter 16:20, the God of peace will crush the Satan under your feet. അങ്ങനെയാ പറയുന്നത്. നമ്മൾ സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ നമ്മുടെ കാലിലിട്ട് അരച്ച് കളയുന്ന കർത്താവിന്റെ വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും എനിക്ക് പറയാനായിട്ടുള്ളത്, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ഈ ചെറിയ ജീവിതം കർത്താവ് തന്നിരിക്കുന്നു. എല്ലാ ദിവസവും കർത്താവിന് നന്ദി പറഞ്ഞിട്ട് ദൈവ ആശ്രയത്തിൽ നമുക്ക് ജീവിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ മേഖലകളും ഈ ദൈവവും പരിപാലിക്കും. എത്ര ബുദ്ധിമുട്ടായിക്കോട്ടെ, നിങ്ങൾ മരണത്തിന്റെ അവസ്ഥയിലാണ് കർത്താവ് നിങ്ങളെ വിടിപ്പിക്കും. കാരണം നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് അബ്രാഹത്തോട് കർത്താവ് പറയുന്നത്, എബ്രഹാം, ഈസ് ദെയർ എനിത്തിങ് ഇമ്പോസിബിൾ ഫോർ മീ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് അബ്രാഹത്തോട് ചോദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭർത്താവിന് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതും നീ നടക്കാൻ പോകുന്നതും എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആകസ്മികമായിട്ട് സംഭവിക്കുന്നതല്ല. ഇത് കർത്താവിന്റെ പദ്ധതി. വിശ്വാസ അന്തകാശത്തിൽ ചെയ്യുന്നതാണെങ്കിലും ദൈവത്തിന് അറിയാം.
തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് കർത്താവ് അതിന് നന്മയ്ക്കായിട്ട് ഭവിക്കുന്ന രീതിയിൽ കർത്താവ് നമുക്ക് പുതിയ വഴികൾ തുറന്ന് അവർ ഗോഡ് വിൽ മേക്ക് എവറിത്തിങ് ഇൻ ഫേവർ ഓഫ് യു ആണ്. കർത്താവ് എല്ലാം നമുക്ക് അനുകൂലമായിട്ട് മാറ്റുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ലൂക്കാസ് വിശേഷം അത് അതാണ് സംഗീതം പറയുന്നത്. ബുക്ക് ഓഫ് സാംസ് പറയുന്നത് വെച്ചാല് സംഗീത പുസ്തകം പറയുന്നത് 21 സങ്കീർത്തനം 5-ാം വാക്യം, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 23 വേഴ്സസ് 5 ഇതിൽ പറഞ്ഞ്, എന്റെ ശത്രുക്കൾ കാണിക്കാൻ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ നീ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ അഭിഷേകമുള്ള ആൾക്കാർ എന്ത് ചെയ്തു കഴിഞ്ഞാലും, ഏത് കുപ്പക്കൂട്ടി എടുത്തിട്ട് കഴിഞ്ഞാലും കർത്താവ് അത് വർദ്ധിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഹ്റോന്റെ വടി തളർത്തിയതുപോലെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ക്ഷാമകാലത്ത് ഇസഹാക്ക് വിതച്ചതുപോലെ, 100 മേനി കൊയ്തതുപോലെ അഭിഷേകത്തിൻ ഉള്ള ആ ഫാമിലി നിൽക്കുന്ന ഒരാളാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിന്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുന്ന ജോലിയാണെങ്കിലും, ബിസിനസ് ആണെങ്കിലും, സാമ്പത്തിക മേഖല, വരുമാന മാർഗത്തിലും ഏതൊക്കെ മേഖലകൾ കൈവെക്കുന്നുണ്ടോ അവിടെയെല്ലാം കർത്താവ് അനുഗ്രഹം കൽപ്പിക്കുന്ന ഡ്യൂട്ടോണമി 18-25 പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഡ്യൂട്ടോണമി 28 കർത്താവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. I will command the blessing for you എന്ന കർത്താവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നല്ലോ, നമ്മള് അഭിഷേകമുള്ള വ്യക്തികളാണ്. ഇന്നത്തെ പരാജയം ഓർത്ത് നമ്മൾ മനസ്സ് പഠിച്ച് വീട്ടിൽ കിടന്നുറങ്ങാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ അഭിഷേകം എടുത്ത് ഉപയോഗിക്കാനായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. ഈ അഭിഷേകത്തിന് മുകളിൽ കൂടെ, ഈ അഭിഷേകത്താൽ പ്രശ്നങ്ങളുടെ മുകളിൽ കൂടെ ചവിട്ടി നടക്കാനായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. സിംഹത്തിന്റെയും മേലും അണലിയുടെ മേലും ചവിട്ടി നടക്കുന്നത് കർത്താവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്രമാത്രം. അപ്പൊ ഞാനൊക്കെ പ്രാർത്ഥിച്ചിട്ടിരിക്കും. രാത്രി കിടന്നപ്പോ ഒരു അണലി എന്നെ ആത്മമണ്ഡലത്തിൽ ഒന്ന് കടിക്കാനായിട്ട് വരുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനോട് ശ്വാസിച്ച് ഞാനത്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, അതിനെ ബ്രേക്ക് ചെയ്ത് ഡിമോണിക് സ്പിരിറ്റ് തകർത്ത് ദൂരെ കളഞ്ഞു. കാരണം നമ്മൾ പൈശാചിയെ, നമ്മളിപ്പം കർത്താവ് വേല നിൽക്കുമ്പോൾ പൈശാചിക മേഖല മൊത്തം നമുക്കെതിരായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. അത് ആൾക്കാർ വഴിയായിട്ടും വ്യക്തികൾ വഴിയുമായിട്ടും പല വഴിയായിട്ട് വന്നിട്ട് നമ്മളെ തകർക്കാൻ പറ്റും. പക്ഷെ അതിൽ നിന്നൊന്നും നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മൾ കർത്താവിന് വേണ്ടി വീണ്ടും ശക്തിപ്പെട്ട് ഒറ്റയുള്ളെങ്കിലും നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മൾ പോകണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പുതിയ അഭിഷേകത്തിൽ നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി വായിക്കുവാണെങ്കിൽ 28 1-ാം വാക്യം തൊട്ടൊന്ന് വായിക്കണം. നമുക്കറിയാം, രക്ഷപ്പെട്ട ശേഷം പൗലോസിന് ഒത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു. പൗലോസിന് രക്ഷയ്ക്ക് കഴിഞ്ഞെങ്കിലും അഭിഷേകത്തിലുള്ള വ്യക്തിയായിരുന്ന ഒറ്റ കാരണത്താൽ ഈ പ്രശ്നങ്ങൾ കല്ലേറ് വന്നു, കപ്പൽ അപകടം വന്നു. ഇതിനെല്ലാം കർത്താവ് സംരക്ഷിച്ചത് കർത്താവിന്റെ പദ്ധതിക്കായിട്ട് വിളിച്ചപ്പെട്ട വ്യക്തിയാണ്. കർത്താവിന്റെ അഭിഷേകത്തിൽ നിൽക്കുന്ന വ്യക്തിയായതുകൊണ്ടാണ്. പൗലോസിനെ പോലെ തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിയാണ് നമ്മളെല്ലാവരും റോയൽ അനോയിന്റിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എത്ര ബുദ്ധിമുട്ട് വന്നാലും ഈ ദൈവം നമ്മളെ സഹായിക്കും. ഈ ദൈവം നമ്മളെ കരം കെട്ടി. പക്ഷെ നമ്മുടെ ആ കോൺഫിഡൻസിന് വലിയ വിലയുണ്ട്. നമുക്ക് കോൺഫിഡൻസ് വേണം. നമുക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം ഫേസുള്ള ചെയ്യാനുള്ള കഴിവ് അത് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കും നമ്മളിൽ നിന്ന്. അപ്പോസ്തല പ്രവൃത്തി 28 1-ാം വാക്യം പറഞ്ഞാൽ, രക്ഷപ്പെട്ട ശേഷം ദൈവന്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ ഗ്രഹിച്ചു അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണതയെ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട അവന്റെ കൈക്ക് ചുറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഭിഷിക്തന്മാർ കാലുവെക്കുന്ന സ്ഥലത്ത് തടയാനായിട്ട് ദേശശക്തികൾ വന്ന് ചുറ്റും. പ്രൈസ് ദി ലോർഡ്. ദേശശക്തി തടയും. പക്ഷെ അഭിഷേകം പ്രാപിച്ച വ്യക്തി എന്തെന്ന് വെച്ചാൽ ഇതൊക്കെ കുടഞ്ഞ് യേശുവിന്റെ നാമത്തിൽ കുടഞ്ഞു കളയണം. യേശുവിന്റെ നാമത്തിൽ പിടിപ്പിട്ടേക്കും 2-ാം അധ്യായം, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും യേശുവിന്റെ നാമത്തിൽ മടങ്ങും. എല്ലാ മുഴങ്കാലും യേശുവിന്റെ നാമത്തിൽ മടങ്ങുന്ന ദൈവത്തിന് പരിശുദ്ധാത്മാവ് പറയുന്നു. അങ്ങനെയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടമാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ തകർത്ത് കളയണം. യേശുവിന്റെ നാമം ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ കാര്യം നമ്മൾ റെഡിയാക്കണം. നമ്മൾ ആർക്കെങ്കിലും ഇത് കൈപ്പാറ്റത്തിന് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, എന്തെങ്കിലും നമുക്ക് തിരുത്താനായിട്ട് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മറ്റവരെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, കർത്താവിനെതിരായിട്ട് പാവങ്ങൾ കൊണ്ട് എല്ലാം റിപ്പന്റ് ചെയ്ത് നമ്മൾ നിരപ്പ് വായിച്ചിട്ട് നമ്മൾ യേശുവിന്റെ നാമം എടുക്കണം. അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ യു ഹാവ് ടു ബി ഹോളി. പ്രൈസ് ദി ലോർഡ്. യു ഹാവ് ടു റിപ്പന്റ് യുവർ സിൻസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. That you cannot become a holiness. You will not get create any of the holiness by your own effort. You are getting the holiness of God by God. Praise the Lord. Hallelujah. That means I cannot generate the holiness by my own effort. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ഹോളിനെസ് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ആ വിശുദ്ധി. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന കൃപയാലാണ് നമുക്ക് കിട്ടുന്നത്. Praise the Lord. Glory be to God. Shandatambalatitakan.
ഷീന്ദം തമ്പലകലതീതപ്പനകലതീതകനി ശന്തം തമ്പലതീതകനരതീതകനി ശന്തം തമ്പലകലതീതകനി ഷീന്തല്ലതീതകനി. വളരെ വാച്ചിന്ന് എല്ലാവരും ഷെയർ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഷെയർ ചെയ്യുന്ന ആൾക്കാരെ പ്രയർ റിക്വസ്റ്റ് അയക്കാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. അപ്പം പൗലോസ് പറയുന്നതിനാൽ പൗലോസ് കുറെ വിറവ് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈ ചീറ്റി. അപ്പോസ്തല പ്രവൃത്തി 28:3 ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 28:3. ഇത് പറഞ്ഞ അതിൽ 4 പറയുന്നത് 4 വാക്യം പറയുന്നത്, ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർമരന്മാർ കണ്ടപ്പോൾ, അവിടെയുള്ള ജാതികൾ കണ്ടു കഴിഞ്ഞപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവനോ മറ്റുള്ളവർ പറയുന്ന ഒന്നും കേട്ടില്ല. ഇപ്പം മരിക്കുന്ന ലോകക്കാർ ചിന്തിച്ചു, അവരൊന്നും പറയുന്നു കർത്താവ് നോക്കിയില്ല. അത് കർത്താവിനെ പൗലോസ് ചിന്തിച്ചു. ഈ ദൈവം വിളിച്ചവനും വിശ്വസ്തനാണ്, സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കും. പ്രൈസ് ലോർഡ്. തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്നെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിക്കും. എനിക്ക് വിരോധമായി നടക്കുന്ന ഒരായുധവും വലിക്കത്തില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സിംഹത്തിനെയും അടലിനെയും ചവിട്ടി നടക്കുമെന്ന് പൗലോസ് ചിന്തിച്ചു യേശുക്രിസ്തുവിൽ. അങ്ങനെ പറയുവാണ്. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 5:5 അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 5-ാം വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 28-ാം അധ്യായം അതിൽ 5-ാം വാക്യം പറയുന്നത് വെച്ചാൽ, അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞും കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. പ്രൈസ്. അതാണ്, ഇത്രയേ ഉള്ളൂ. പിശാചിന് ഇത്രയേ ഉള്ളൂ. നമ്മളൊന്ന് യേശുവിന്റെ നാമത്തിൽ നിന്ന് കുടയേണ്ട ആവശ്യമുള്ളൂ. അതാണ്, നമുക്കൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മല പോലെ വന്ന പ്രശ്നങ്ങളും, ശെരുബാബേലിന്റെ ഈ മഹാപർവ്വതം നീ ആര്? ഈ ശെരുബാബേലിന്റെ മഹാപർവ്വതത്തെ തകർക്കാനായിട്ട് അത് കൃപ മാത്രം പറഞ്ഞാൽ മതി. യേശുവിന്റെ ആ കൃപ മാത്രം മതി, ഗ്രേസ് മതി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ മല പോലെ വരുന്ന പ്രശ്നങ്ങൾ മാറാനായിട്ട് യേശുവിന്റെ നാമം മതി. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാനായിട്ടുള്ളത്, നമ്മൾ ദൈവത്താൽ അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ്, പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ നോർമൽ പേഴ്സൺ അല്ല, നമ്മൾ വി ആർ ആൻ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ഇൻ ക്രൈസ്റ്റ് ജീസസ്. അതുകൊണ്ട് തന്നെ നമ്മൾ അഭിഷിക്തരാണ്. രക്ഷിക്കപ്പെട്ട ജ്ഞാനപ്പെട്ട ആൾക്കാർ നമ്മൾ അഭിഷിക്തരാണ്, ഈ അഭിഷേകത്തെ നിറഞ്ഞ വ്യക്തികളാണ് നമ്മളെല്ലാവരും. ഈ ഒരു ധാരണ നമ്മൾ മുന്നോട്ട് പോകണം. എല്ലാ മുഖവും ഈ അഭിഷേകത്തിന് മുമ്പിൽ തകരും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തെ ഓർത്ത് പറയണം. പ്രൈസ് ലോർഡ്. നിങ്ങളുടെ ബുദ്ധിമുട്ടിൽ ഓർത്ത് നിങ്ങൾ പറയണം. പ്രൈസ് ലോർഡ്. പക്ഷേ രാജമാണി, ഗോഡ് ബ്ലസ് യു. ടോമിൻ മാത്യു, അപ്പം നിങ്ങളുടെ പ്രശ്നത്തെ ഓർത്ത് നിങ്ങൾ പറയണം. എൽസാമ തോമസ്, ഗോഡ് ബ്ലസ് യു. സോ നിങ്ങളുടെ പ്രശ്നത്തെ ഓർത്ത് നിങ്ങൾ പറയണം, പ്രയാസങ്ങളോട് പറയണം, ഞാൻ കർത്താവിന്റെ അഭിഷിക്തനാണ്, ഞാൻ അപ്പോസ്റ്റൽ ലീഡറാണ്. പ്രൈസ് ലോർഡ്. കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്ന അപ്പോസ്റ്റൽ ലീഡറായിട്ടാണ്. പ്രൈസ് ലോർഡ്. ഐ ആം ആൻ ഇവാഞ്ചലിസ്റ്റ് ആൻഡ് ദ പ്രോഫറ്റ്. പ്രൈസ് ലോർഡ്. ഐ ഹാവ് 5-fold മിനിസ്ട്രീസ് ഓഫീസസ്. നമ്മൾ വാഗുകൊണ്ട് നമ്മൾ തുറന്ന് പറയണം, ഞാൻ ഒരു കർത്താവ് ഈ സാത്താനെ എൻ്റെ കാൽക്കീഴിട്ട് ചവിട്ടും. നമ്മൾ പറയണം. പിന്നെ നമ്മൾ റോമക്കലേഖനം 16:20 പറഞ്ഞ് നമ്മൾ തുറന്ന് പറയണം. പ്രൈസ് ലോർഡ്. ഞാൻ ദേശങ്ങളെ കർത്താവിന്റെ വചനം പ്രസംഗിക്കും. ഇന്ന് കണ്ട മിസ്രൈമേനെ, ഈ ബുദ്ധിമുട്ടിന്റെ കഷ്ടങ്ങളെ പ്രയാസങ്ങളെ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇതിനൊന്നും നാളെ ഞാൻ കാണത്തില്ല, ഞാൻ ചെയ്യാടിയായിട്ട് പോകും. എല്ലാ വാഗ്ദത്തം കർത്താവ് എല്ലാം നിറവേറ്റും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വാർദ്ധക്യത്തെ പൂർണ്ണ ആയുസ്സെത്തി ഞാൻ മരിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഏറെ ഇടത്ത് എനിക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മൾ പറയണം, അനുഗ്രഹത്തെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി എന്ന് പറയണം. വർദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് നമ്മൾ പറയണം. പ്രൈസ് ലോർഡ്. We have to declare the promise of the Lord from the word from our mouth. Praise the Lord. Then the satanic world will get frightened. നമ്മൾ സാത്താനിക ലോകം പേടിച്ച് പറിച്ച് ഓടും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അഭിഷേകത്തിന് ശക്തി ഓരോരുത്തരും നിറയ്ക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവിനെ നിറയ്ക്കണം. കർത്താവ് എല്ലാവരും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ആൾക്കാർ കർത്താവിന്റെ അഭിഷിക്തരാണെന്നുള്ള ചിന്ത അവർക്ക് കൊടുക്കണം. കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവ് എത്ര ബുദ്ധിമുട്ട് ഘട്ടങ്ങളാണെങ്കിലും യേശുവിന്റെ നാമം ഉപയോഗിക്കുമ്പോൾ കർത്താവ് വിടുതൽ കൊടുക്കണം. കർത്താവ് യേശുവിന്റെ നാമത്തിന്റെ ശക്തി അവരിലേക്ക് കൊടുക്കണം. കർത്താവെ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നിന്ന് മിനിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവെ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രനെയും വിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഐ ബ്ലസ് them, Father. Thank you, God, you are keeping them in your glory. In Jesus' name I pray. Amen. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you. Praise the Lord. Hallelujah. നാളെ അപ്പോസ്തല പ്രവൃത്തിയുടെ ചാപ്റ്റർ ദ ഗ്രേറ്റസ്റ്റ് കമ്മീഷൻ ചാപ്റ്റർ നമ്പർ 1 എടുക്കാനായിട്ട് പോവാം. എല്ലാവരും വായിച്ച് ചെയ്യണം. ആഴ്ച 3 ദിവസം എടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിങ്കൾ, ബുധൻ ആൻഡ് വെള്ളി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. There will be Malayalam and English. Praise the Lord. Hallelujah. ബൈബിൾ സ്റ്റഡിക്ക് എല്ലാവർക്കും ഉത്സാഹിപ്പിക്കുന്നു വരാനായിട്ട്. God bless you.